ഇതുവരെ അതിനെക്കുറിച്ചൊന്ന് പറയുകയോ ഞങ്ങളെ അതിൽ നിന്ന് കടത്തിവിടാനോ ഈ ഗവൺമെൻറ് ഒരു വകയും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് ആരും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും എങ്ങനെ 550 കോടി രൂപയ്ക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി ഇന്ന് 4000 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇതിങ്ങനെ പോകുന്തോറും പോരാത്തതിന് അങ്കമാലി മുതൽ കാലടി വരെ റെയിൽവേ വന്നു. റെയിൽവേയുടെ പാലം ശരിയാക്കി പെരിയാറിന് കുറുകെ പാലം നടത്തി മറ്റൂർ കയറി അങ്ങനെ വന്ന് കോതമംഗലം എല്ലാ സ്ഥലങ്ങളും ടച്ച് ചെയ്ത് മൂവാറ്റുപുഴ കൂടി അങ്ങനെ കടന്ന് ഈ സാധനം ശബരിപാതയ്ക്ക് പോകാനായിട്ട് പോയിട്ട് ഇന്ന് വരെ ഒരു തീരുമാനമായിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വളരെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷിച്ചു വിടുകയോ ഏതെങ്കിലും ഒരു സഹായിച്ചോ. ഞാൻ ഒരു സാധാ ഡ്രൈവറാണ്. എനിക്ക് 5 സെൻറ്റ് സ്ഥലമേ കിടക്കാനുള്ളൂ. അത് വിൽക്കാനോ വില വാങ്ങാനോ ഒന്നും സാധിക്കുന്നില്ല. വന്ന് നോക്കുന്നവരാണ് റെയിൽവേയുടെ പേര് പറഞ്ഞ് അവരെല്ലാം മുടങ്ങിപ്പോവാണ്. എങ്ങനെയെങ്കിലും ഇതിനകത്ത് കര കയറ്റി വിടാൻ ഞങ്ങൾക്ക് മറ്റുള്ള രാഷ്ട്രീയക്കാരോടുള്ള വിശ്വാസമെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. ഞങ്ങൾക്കെന്നല്ല എനിക്കും നഷ്ടപ്പെട്ടു. ലോകത്ത് സാധാരണ റെയിൽവേയിൽ പെട്ടിരിക്കുന്ന എല്ലാവരും വിശ്വാസം നഷ്ടപ്പെട്ടു. ഇന്ന് ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാം. പല എംപിമാരും പലരും മാറി മാറി വന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തീരെ നിവൃത്തികേടും കൊണ്ട് ഈ കാര്യം തുറന്നു പറയണം. എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരികയോ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ലാപ്സാക്കുകയോ ആ കേരയിൽ ഒഴിവാക്കിയ വരി ഒഴിവാക്കി തരികയോ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തെന്ന് വളരെ ഉപകാരമായിരിക്കും. ഇപ്പോൾ ആവശ്യത്തിനുള്ള ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ അതിവേഗ റെയിലും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ കാസർഗോഡ് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്നും പറഞ്ഞ് വരുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. ആദ്യം നിലവിൽ കിടക്കുന്ന പദ്ധതികൾ ഒന്ന് ശരിയാക്കി തരുവാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഇതിന് വിഷം കുടിച്ച് മരിക്കാനോ ഒന്നും നമ്മളെക്കൊണ്ട് സാധിക്കില്ല. നമുക്ക് ദൈവം തമ്പുരാൻ തന്ന ജീവിതം, പടച്ചതമ്പുരാൻ തന്ന ജീവിതം, അത് മരിച്ചു തീർക്കാനേ മരിക്കുന്നവരെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അല്ലാതെ നമുക്കൊരു വിഷം കുടിച്ച് മരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. ഒരാൾക്കുടെ ജീവിതവും നശിപ്പിച്ച് കളയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒത്തിരി അനേകായിരം കുടുംബങ്ങൾ ഇതിനകത്ത് വളരെ ബുദ്ധിമുട്ടി പെൺമക്കളെ കെട്ടിക്കാനും വളരെ ഇതായ രീതിയിൽ ജീവിക്കുന്നത് ഞങ്ങളൊന്ന് കൈകടത്തി വിടുക. ഞാനൊരു സാധാരണ ഡ്രൈവറാണ്. ഞാനൊരു സൈക്കിളിൽ യാത്രക്കാരനാണ്. സ്ഥിരമായിട്ട് 10-35 വർഷമായിട്ട് സൈക്കിൾ ഓടുന്ന ആളാണ്. അതിപ്പോൾ ഒരു മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് നടക്കുന്നതാണ്. സാറ് എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ യൂട്യൂബിലോ എവിടെയെങ്കിലും ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും എടുത്താൽ എൻ്റെ സൈക്കിളും ഒക്കെ സാറിന് മനസ്സിലാവും. സാറ് എനിക്കൊരു സന്തോഷമായ വാർത്തയൊക്കെ പറഞ്ഞ് എങ്ങനെയും ശരിയാക്കി തരുമെന്നുള്ള വളരെ പ്രതീക്ഷയോടുകൂടി ഇനി വേറെ ഇത് ഇത്രയും വർഷമായിട്ട് ഇന്നേ വരെ ഒരാളോട് ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ തുറന്നു പറയുകയാണ്. ഇത് കണ്ടെങ്കിലും മറ്റുള്ളവരുടെ കൂടി ഇതിനകത്തൊന്ന് കടന്ന് വരുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. നിർത്തുന്നു. വളരെ സന്തോഷം. സാറ് എങ്ങനെയെങ്കിലും ചെയ്തു തന്നെ. ജയ് ഹിന്ദ്.